ഓം നമഃ ശിവായ. ഏ ദേവാധിദേവ, ഹേ മഹാദേവ, എൻ്റെ മംഗല്യം രക്ഷിക്കണേ. എൻ്റെ നാഥൻ ദേവന്മാരോട് യുദ്ധം ചെയ്യുകയാണ്. അദ്ദേഹം യുദ്ധത്തിൽ വിജയിക്കണേ ശിവശങ്കര, വിജയിക്കണേ പ്രഭു. നിന്റെ സതീധർമ്മം നിന്റെ പതിക്ക് തീർച്ചയായും സുരക്ഷയേകും. പക്ഷെ ഒന്നുണ്ട്, ജലന്ധരൻ അന്യ സ്ത്രീകളെ മാനിക്കണം. പരസ്ത്രീകളിൽ ദൃഷ്ടി വയ്ക്കാൻ പാടില്ല. അവന്റെ മാർഗം ദുഷിക്കാത്തിടത്തോളം കാലം തീർച്ചയായും നിന്റെ സതീധർമ്മം അവനെ സംരക്ഷിക്കും. ഒപ്പം അവൻ അജയ്യനുമാകും. ശ്രീഹരി, ശ്രീഹരി, വേഗം ഇവനെ അങ്ങയുടെ സുദർശന ചക്രം കൊണ്ട് വധിച്ചാലും അന്യഥ ഇവൻ നമ്മെ എല്ലാം പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെക്ക് വാക്കു നൽകണം, സുദർശന ചക്രം ജലന്ധരന് നേരെ പ്രയോഗിക്കില്ല എന്ന്. നാരായണ നാരായണ. നിർത്തണം പ്രഭു, നിർത്തണം. ദൈത്യരാജ, അങ്ങ് നിർത്തണം. ഇത് ദേവാസുര യുദ്ധമല്ല നടക്കുന്നത്, ഇത് സ്യാരന്മാർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. വിഷ്ണു സഹോദരി ഭർത്താവോ? അതെ ദൈത്യരാജ, അതെ. സമുദ്രപുത്രി ദേവി ലക്ഷ്മി അങ്ങയുടെ സഹോദരിയാണ്. സമുദ്രദേവൻ നിങ്ങളുടെ പിതാവും രണ്ടുപേരും സമുദ്രത്തിൽ നിന്നും ഉത്ഭവിച്ചവരാണ്. ദൈത്യരാജ, സഹോദരി ഭർത്താവിനെ ആക്രമിക്കുക എന്നത് താങ്കളെപ്പോലുള്ള വീര അസുരന്മാർക്ക് ഭൂഷണമല്ല. നാരായണ നാരായണ. എവിടെയാണ് എന്റെ സഹോദരി ലക്ഷ്മി? വൈകുണ്ഠലോകത്തിൽ. അവർ അവിടെ തന്റെ പതി ശ്രീഹരി വിഷ്ണുവിനെ ഓർത്ത് വ്യാകുലയാണ്. അവിടെ പോയി സ്വന്തം സഹോദരിയുടെ വ്യാകുലത അകറ്റൂ മഹാരാജ. പോകൂ പ്രഭു. അങ്ങ് മഹാബലി ജലന്ധരന് വൈകുണ്ഠ ദർശനം നൽകിയാലും അതോടൊപ്പം ജ്യേഷ്ഠ സഹോദരി ദേവി ലക്ഷ്മിയെയും പരിചയപ്പെടുത്തി കൊടുക്കണം. നാരായണ നാരായണ. മഹാബലി ജലന്ധര, സുഹൃത്തെ, വൈകുണ്ഠത്തിൽ പോകാം. തീർച്ചയായും. എനിക്ക് എന്റെ ജ്യേഷ്ഠ സഹോദരി ലക്ഷ്മിയെ കാണണം. നാരായണ നാരായണ നാരായണ. ശ്രീമൻ നാരായണ നാരായണ ദേവർഷി, ദേവർഷി നാരദ, നാരായണ. ദേവർഷി, അങ്ങ് എന്താണ് ചെയ്തത്? ജലന്ധരനെ വൈകുണ്ഠത്തിലേക്ക് അയച്ചു. നാരായണ നാരായണ. അങ്ങയുടെ സ്വർഗം സുരക്ഷിതമാണ് ദേവരാജ. ജലന്ധരൻ തന്റെ ബന്ധങ്ങൾ അറിഞ്ഞ് ശ്രീഹരി വിഷ്ണു, ദേവി ലക്ഷ്മി ഇവരെ ബഹുമാനിക്കാൻ തുടങ്ങും. ശേഷം കാര്യം ശ്രീഹരി സ്വയം ചെയ്യും. ശേഷം കാര്യം? അതെ ദേവരാജ, താങ്കളുടെ സങ്കടം എന്നേക്കുമായി സമാപ്തമാക്കി തരും ശ്രീഹരി. ഭഗവാൻ ശ്രീഹരി വിഷ്ണു ജയിച്ചാലും, ഭഗവാൻ ശ്രീഹരി വിഷ്ണു ജയിച്ചാലും. ദേവി ലക്ഷ്മി, ഇത് ദേവിയുടെ സഹോദരൻ ജലന്ധരനാണ്. എന്റെ സഹോദരൻ ജലന്ധരൻ, ആദ്യമായി കാണുകയില്ല എന്റെ ഭ്രാതാവിനെ. ഞാനും എന്റെ സഹോദരിയുടെ ശുഭദർശനം ഇന്നാണ് ചെയ്യുന്നത്. ദേവർഷി നാരദൻ ഇദ്ദേഹത്തിന് നമ്മോടുള്ള ബന്ധം അറിയിച്ച ഉടനെ ഇദ്ദേഹം നമ്മുടെ ബന്ധത്തിന്റെ പവിത്രതയും ഗരിമയും പ്രാധാന്യവും മനസ്സിലാക്കി ദേവന്മാരുമായി യുദ്ധം ചെയ്യുന്ന വിചാരമേ ത്യജിച്ചു. നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിന് അവസരമുണ്ടാകില്ലായിരുന്നു. വിധിയുടെ വിഹിതമനുസരിച്ചുകൊണ്ട് നാം എല്ലാം പ്രവർത്തിക്കുന്നു ഭ്രാതാവേ. എനിക്കും നിന്റെ നാമം പരിചിതമാണ്. നിന്നെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുമുണ്ട്.
പക്ഷേ നീ ഈ ബന്ധത്തെക്കുറിച്ച് അറിയാനേ ഇടയില്ല. അതേ ദേവി ലക്ഷ്മി, നാരദൻ പറഞ്ഞാണ് മഹാബലി ജലന്ധരൻ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. സംഭവിച്ചതെല്ലാം ശുഭം തന്നെ. അതുകൊണ്ട് യുദ്ധം നിന്നല്ലോ. ഇതും ഒരു വിധി നിർണയം തന്നെ. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ മനസ്സിലാകുന്നതുവരെ നാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ പ്രാണനെടുക്കാൻ കഴിയുന്നത് പോലെ പ്രവർത്തിക്കുന്നു. എപ്പോൾ നാം നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുവോ ക്രോധം നിലയ്ക്കുന്നു, കൈ പിൻവലിയുന്നു, അസ്ത്രശസ്ത്രങ്ങളെല്ലാം നിരർത്ഥകമാകുന്നു. അതെ, ജഗത്തിലെ സർവ്വപ്രാണികൾക്കും ഈ അറിവുണ്ടാകണം. എല്ലാവരും ഒരു പരംശക്തിയുടെ സന്താനങ്ങളാണ്, ബന്ധുക്കളാണ്, അന്യോന്യം ബന്ധമുള്ളവരാണ് എന്നതും. എന്നാൽ ജഗത്തിൽ നിന്നും യുദ്ധത്തിന്റെ ഭീഷണി എന്നേക്കുമായി അപ്രത്യക്ഷമാകും. നീ തന്നെ പറയൂ അനുജൻ ജലന്ധര, യുദ്ധം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഇല്ല ദേവി, യുദ്ധം കൊണ്ട് ഗുണമല്ല, ഹാനിയുണ്ടാകുന്നു. യുദ്ധപ്രിയ വ്യക്തി ഹാനികാരനുമാകുന്നു. അവന് തന്റെയും പ്രിയപ്പെട്ടവരുടെയും തന്റെ കുടുംബത്തിന്റെയും ഹാനി അവന് അസ്വീകാര്യമായി തീരുന്നുവെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങ സ്വീകാര്യമാകില്ല. സ്വാമി, അങ്ങ് എന്തിനു പുഞ്ചിരിക്കുന്നു? നോക്കുകയായിരുന്നോ? സഹോദരനെ ആദ്യമായി കാണുകയാണ്. ഉടൻ തന്നെ യുദ്ധശാസ്ത്രത്തെക്കുറിച്ച് ചർച്ചയും തുടങ്ങിയല്ലോ. യുദ്ധരംഗത്ത് നിന്നും മടങ്ങിയതല്ലേ, നമുക്കിനി ശാന്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. സഹോദരനെ സൽക്കരിക്കൂ ദേവി ലക്ഷ്മി. സ്വാമി, എന്റെ ഭ്രാതാവിനെ കുറിച്ച് അങ്ങക്കാണല്ലോ അധികം ചിന്ത. യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു പോയെന്നേയുള്ളൂ. അല്ലെങ്കിലും എന്റെ ഭ്രാതാവ് ജലന്ധരൻ ഇനി യുദ്ധം ചെയ്യുകയില്ല. ദേവി, അവിടുത്തെ ദർശിച്ചതോടെ യുദ്ധത്തിനുള്ള എന്റെ ഇച്ഛ അസ്തമിച്ചു. ദേവന്മാർക്ക് എന്റെ സീമയേറ്റ ശക്തി മനസ്സിലായി കഴിഞ്ഞല്ലോ, മതി, എനിക്ക് ധാരാളമായി. ദേവിയെ കണ്ടതിന് ശേഷം ഒരിച്ഛ കൂടി എന്റെ മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു സഹോദരി. പറയൂ അനുജ, എന്താണ് നിന്റെ മനസ്സിലെ ഇച്ഛ? നിങ്ങൾ ഇരുവരും എന്റെ അതിഥികളായി എന്റെ ഭവനത്തിൽ വരണം. അവിടെ വൃന്ദ നിങ്ങളെ രണ്ടുപേരെയും അതിരട്ട സ്നേഹത്തോടെ സ്വീകരിക്കും. വരില്ലേ? വരാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. പക്ഷേ ശത്രുപക്ഷത്തിന്റെ ശുഭകാംക്ഷികളെ തന്റെ അതിഥികളാക്കി സ്വന്തം ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉചിതമാണോ? എന്റെ സഹോദരി ലക്ഷ്മി അങ്ങേ എന്റെ ശത്രുവാക്കാൻ അനുവദിക്കില്ല. എന്റെ ഹൃദയം അങ്ങനെ പറയുന്നു. നിങ്ങൾ ഇരുവരും എന്റെ കൂടെ വന്നേ തീരൂ. വരൂ. പോകാം ദേവി. പോയേ തീരൂ സ്വാമി. ശ്രീഹരി വിഷ്ണു ഒപ്പം ലക്ഷ്മിയും ജലന്ധരനോടൊത്ത്. ദേവന്മാരുടെയും അസുരന്മാരുടെയും മേളനം സുഗമമാകില്ല. ഈ ചതിയൻ മായാവിയായ വിഷ്ണു ദേവന്മാരെ അസുരന്മാരെ അടുക്കുവാൻ അനുവദിച്ചിട്ടില്ല. ഈ ചതിയൻ വിഷ്ണുവാണ് എന്റെ ശിരസ് ഛേദിച്ചത്. അവൻ ഇനി മഹാബലി ജലന്ധരനെ തന്റെ മായയിൽ വീഴ്ത്തും. ഞാനതൊരിക്കലും അനുവദിക്കില്ല. ദൈത്യഗുരു ശുക്രാചാര്യ, ഓം അഘോര ഘോരേഭ്യഃ അഘോര ഘോരേഭ്യശ്ച ഘോരേഭ്യേ ഘോര ഘോരധരേഭ്യഃ സർവേഭ്യഃ സർവ സർവേഭ്യഃ നമസ്തേസ്തു രുദ്രരൂപേഭ്യഃ. ഓം തത്പുരുഷായ ധീമഹി മഹാദേവ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത് സ്വാഹ. ദൈത്യഗുരു ശുക്രാചാര്യ, വിഘ്നമുണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എങ്കിലും വേണ്ടി വന്നു. ഇല്ല എങ്കിൽ ഇനി മേലോട്ട് നാം അസുരന്മാരുടെ സർവകാര്യത്തിനും വിഘ്നം വരും. രാഹു, പറയാനുള്ളത് പറയ. ഞാൻ പറയാൻ തന്നെയാണ് വന്നത്. ജലന്ധരൻ സകല ദേവന്മാരുമായി യുദ്ധം ചെയ്തു. വിഷ്ണുവും വന്നു. അയാളെയും എതിർത്തു. പരാജയം സമ്മതിച്ചില്ല. എന്റെ ശിഷ്യൻ ജലന്ധരനെ കുറിച്ച് എന്റെ ആശ അതായിരുന്നു. അല്ല, ഇത് ആശയല്ല. പരാജയം സമ്മതിച്ചില്ലെങ്കിലും നാരദന്റെ ലീലയിൽ കുടുങ്ങി ലക്ഷ്മിയെ സഹോദരിയായും വിഷ്ണുവിനെ സ്യാലനായും മാനിച്ച് അതിഥികളായി സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി.
അവിടെ അവരെ സൽക്കരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ ആ ബുദ്ധിഹീനന്റെ വിനാശം ഉറപ്പാണ്. വിഷ്ണുവിന്റെ മായയിൽ നിന്ന് ആരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? ആരും തന്നെ ഇല്ല. സ്വയം ഞാൻ, അവന്റെ ഗുരു പോലും ഇത്തരം ബുദ്ധി നശിച്ച, മാർഗം ക്ഷയിച്ച ഗുരുവിരോധിയെ സഹായിക്കുക നാം ഒരിക്കലും ചെയ്യില്ല. ഒരാൾ ശത്രുവിനെ അതിഥിയാക്കുമ്പോൾ പരിതസ്ഥിതി അവന്റെ ശത്രുവാകുന്നു. ഇങ്ങനെ പോയാൽ അസുരജാതി മുഴുവൻ സമാപ്തമാകും. മഹാരാജാവിന് മുന്നറിയിപ്പ് നൽകണം. അദ്ദേഹം രാജകൊട്ടാരത്തിലുണ്ട്. മുന്നറിയിപ്പ്? അതും ലക്ഷ്മിയിലും വിഷ്ണുവിലും നിന്ന്? നമുക്ക് ഉചിത സന്ദർഭം പ്രതീക്ഷിച്ചിരിക്കാം. tum